ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണ് കൂട്ടുകാരെ? യെസ്, ദ വാംത്ത് ഓഫ് ലവ് അല്ലേ. ഇവിടെ നോക്കൂ, മനോഹരമായൊരു ചിത്രം നമുക്ക് കാണാനുണ്ടല്ലോ. ഇവിടെ നോക്കൂ, ഒരു ഫാമിലി ഇരിക്കും. നോക്കൂ, ഒരു അച്ഛനും മകനും മോനും കൂടി എന്തോ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി അവരെന്തൊക്കെയോ സംസാരിക്കുന്നത് ചിത്രം കാണാനുണ്ടല്ലേ. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ചിത്രത്തിൽ കാണാനുള്ളത്? യെസ്, കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നത് കാണാനുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു പക്ഷിയുടെ കുഞ്ഞുങ്ങളുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ മരത്തിന് മുകളിലായിട്ട്. ഒരു കൂട്ടിനുള്ളിൽ നോക്കൂ. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നു നോക്കൂ. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്, റോബർട്ട് ഫ്രോസ്റ്റ്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥമായ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്? എർത്താണെന്നാണല്ലേ പറയുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഒരു കോട്ടാണ് നമുക്കിവിടെ ഫസ്റ്റ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ ഡോർവേ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബൌട്ട് ടു ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. ഇവിടെ ചിത്രത്തിൽ എന്താ കൂട്ടുകാരെ കൊടുത്തിട്ടുള്ളത്? ഈ രണ്ട് ചിത്രത്തിലും എന്താണ്, കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ നോക്കുകയാണല്ലേ. രണ്ട് ബോയ്സ് എന്താണ്, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താ കൂട്ടുകാർ ഒന്നാമത്തെ ചിത്രത്തിലെ കുട്ടി ചെയ്യുന്നത്? കാണാനുണ്ടല്ലോ. ആ കുട്ടി എങ്ങനെയാണ്? വളരെ ഹാപ്പിയാണ് അല്ലേ. ആ ചിത്രത്തിലെ കുട്ടിയെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്താണ്, വളരെ ഹാപ്പിയാണ്. എന്നാൽ നെക്സ്റ്റ് സെക്കൻഡ് പിക്ചറിൽ എന്താണ്, കുട്ടി കരയുന്നൊരു ചിത്രമാണല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ആദ്യത്തെ കുട്ടി എന്താണ് ചെയ്യുന്നത്? യെസ്, അവൻ സ്കൂളിലേക്ക് പോവുകയാണല്ലേ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈസ് ഹി ഹാപ്പി എന്ന് ചോദിച്ചിട്ടുണ്ട്. അവൻ ഹാപ്പി അല്ലേ കൂട്ടുകാരെ? യെസ്, അവൻ വളരെയധികം എന്താണ്, സന്തോഷത്തിലാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഈസ് ഹി ഹാപ്പി, അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണല്ലേ. ഈസ് ഹി ഹാപ്പി, യെസ് ഓർ നോ എന്ന് ഫസ്റ്റ് നമ്മൾ ആദ്യം എഴുതണം. നമുക്ക് എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം അല്ലേ. ഹീ ഈസ് ഹാപ്പി. നെക്സ്റ്റ് നമുക്ക് എഴുതാം ഹീ ഈസ് ഹാപ്പി, അവൻ സന്തോഷത്തിലാണ്. ദെൻ വാട്ട് ഈസ് ദ റീസൺ എന്ന് ചോദിച്ചിട്ടല്ലേ. എന്താണ് അതിന് കാരണം? എന്തായിരിക്കും കൂട്ടുകാർ അതിന് കാരണം? യെസ്, അവൻ എന്താണ്, പുതിയ യൂണിഫോമും അതുപോലെ തന്നെ എന്താണ് സ്കൂൾ ബാഗൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ പോകാൻ റെഡിയാണ്. അതുപോലെ തന്നെ അവന് എന്തറിയാം, സ്കൂളിൽ പോയി പഠിക്കുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ അവൻ അറിയാമല്ലേ. അതുകൊണ്ടൊക്കെ ആയിരിക്കാമല്ലേ അവൻ ഹാപ്പി ആയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. ഹീസ് ഇൻ യൂണിഫോം, ഹിസ് എയർ കോംബഡ്. അതുപോലെ അവൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി ഭംഗിയായി വെച്ചിട്ടുണ്ടല്ലേ. ഹിസ് സ്കൂൾ ബാഗ് ഈസ് റെഡി ആൻഡ് ഹി നോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ ആൺകുട്ടി എന്താ കൂട്ടുകാരെ ചെയ്യുന്നത്? യെസ്, രണ്ടാമത്തെ കുട്ടി എന്താണ്, കരയുകയാണല്ലേ. രണ്ടാമത്തെ ചിത്രത്തിലെ കുട്ടിയെ നോക്കൂ. യെസ്, അവൻ കരയുകയാണല്ലേ. യെസ്, നമുക്ക് ആൻസർ എഴുതാം. ഹി ഈസ് ക്രൈയിങ്, ഹി ഡസ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ദെൻ എന്താണ്, ഹി ഹാസ് നോ യൂണിഫോം. അവന് യൂണിഫോം ഉണ്ടോ? ഇല്ലല്ലേ. അവരൊരു യൂണിഫോം വന്നിട്ടില്ലല്ലേ. ഹി ഹാസ് നോ യൂണിഫോം, ഹിസ് ഹെയർ ഹാസ് അൺടൈഡി ആൻഡ് ഹി ഡസ് നോട്ട് നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ്. അതുപോലെ തന്നെ അവൻ എന്താണ്, സ്കൂളിൽ പോകുന്നതിൻ്റെ പ്രാധാന്യം ഒന്നും അവൻ അറിയില്ല. അവനെന്താ സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണല്ലോ അവിടെ. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ മദർ ഡൂയിങ്? അമ്മ എന്താ ചെയ്യുന്നത്? അമ്മ സന്തോഷത്തിലാണോ? അല്ലല്ലേ, അമ്മ ദേഷ്യത്തിലാണല്ലേ. നിങ്ങൾ സ്കൂളിൽ പോകാതിരുന്ന നിങ്ങളുടെ അമ്മ ഇങ്ങനെ തന്നെയല്ലേ. യെസ്, നിങ്ങൾ ഇതേപോലെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ ആൺകുട്ടിയുടെ അമ്മ എന്താണ്, യെസ്, സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ബോയുടെ അമ്മ ദേഷ്യപ്പെടുകയാണല്ലേ. സോ നമുക്ക് ആൻസർ എഴുതാം. ഹിസ് മദർ ഈസ് ആംഗ്രി ആൻഡ് ഷീ ഈസ് ഫോഴ്സിങ് ഹിം ടു ഗോ ടു സ്കൂൾ. എന്ത് ചെയ്യാണ്, അവൻ്റെ അമ്മ ദേഷ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ എന്താണ്, യെസ്, ഷീ ഈസ് ഫോഴ്സിങ് ഹിം ഗോ ടു സ്കൂൾ. അവനെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുകയാണല്ലേ. അവനെ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുകയാണ്. Now your teacher will tell about his or her first day at school. How was your first day at school? Share with your friends. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ ടീച്ചറുടെ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂളിൽ ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയും. How was your first day at school? നിങ്ങളുടെ ഫസ്റ്റ് ഡേ അല്ലേ. നിങ്ങളുടെ സ്കൂളിലെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കരഞ്ഞിട്ടാണോ സ്കൂളിലേക്ക് പോയത്? അല്ലല്ലേ. ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം അല്ലേ. ദ കിസ്സിങ് ഹാൻഡ് എന്താണ്? ദ കിസ്സിങ് ഹാൻഡ് എന്താണ്? കിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അല്ലേ, ചുംബിക്കുന്ന കൈകളല്ലേ. ദ കിസ്സിങ് ഹാൻഡ്. In the story, a little raccoon named Chester hesitated about going to school. Now let's see what happens to him. എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഈ സ്റ്റോറിയിൽ എന്താണ്, ഈ സ്റ്റോറി എന്തിനെ കുറിച്ചാണ് പറയുന്നത്? Yes, in the story, a little raccoon named Chester is hesitant about going to school. അതായത് ഈ കഥയിൽ ചെസ്റ്റർ എന്നൊരു ഇവിടെ മരപ്പട്ടി എന്നൊക്കെ മീനിങ് ആണ് വരുന്നത്. റാക്കൂൺ മീൻസ് ഒരു ലിറ്റിൽ റാക്കൂൺ. ഇവിടെ ചിത്രം കണ്ടോ കൂട്ടുകാരെ? യെസ്,
ഇതിനെയാണ് ലിറ്റിൽ റാക്കൂൺ, ഒരു ആനിമലാണ്, ഒരു മൃഗമാണ്. നോക്കൂ, ഇതാണ് യെസ് ലിറ്റിൽ റാക്കൂൺ. യെസ് നെയിംഡ്, അതിൻ്റെ പേരെന്താണ്? യെസ് ചെസ്റ്റർ എന്നല്ലേ. എന്താണ് അവൻ? ഹെസിസ്റ്റന്റ് എബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അവൻ എന്താണ്? സ്കൂളിൽ പോകാൻ മടിയായിട്ട് ഇരിക്കുകയാണ് അല്ലേ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഇനി അവൻ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാമെന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. Just a raccoon stood at the edge of the forest and cried. Just a raccoon stood. Stood means എന്താണ്? നമുക്കറിയാം, സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? നിൽക്കുക അല്ലേ. അപ്പോൾ സ്റ്റുഡിൻ്റെ മീനിങ് എന്താണ്? യെസ്, സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നു. ഓക്കെ, സ്റ്റുഡ് എന്താണ്? നിന്നു. ഓക്കെ, then the edge of the forest and cried. cried നമുക്കറിയാം എന്താണ്? കരഞ്ഞു അല്ലേ. Then I don't want to go to school, he told his mother. അപ്പോൾ അവൻ എന്താ പറയുന്നത്? I don't want to go to school. എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട. He told his mother. അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു. I want to stay home with you. എനിക്ക് നിങ്ങളോടൊപ്പം ഇവിടെ വീട്ടിൽ സ്റ്റേ ചെയ്താൽ മതി, താമസിച്ചാൽ മതി എന്ന് പറയാനല്ലേ. I want to play with my friends. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം. I want to play with my toys. എനിക്ക് എൻ്റെ ടോയ്സിനോടൊപ്പം കളിക്കണം. I want to read my books. എനിക്ക് എൻ്റെ ബുക്സ് വായിക്കണം. I want to swing on my swing. Please may I stay home with you. അപ്പം അമ്മയോട് ചോദിക്കുകയാണല്ലോ അവൻ. അമ്മ പ്ലീസ് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. മിസ് റാക്കൂൺ took Chester by the hand and nuzzled his ear. അപ്പം എന്താണ് ചെസ്റ്റർ റാക്കൂൺ എന്താ ചെയ്യണത്? അല്ല, മിസ്റ്റർ റാക്കൂൺ ടുക്ക് എന്താണ് എന്താ ചെയ്യുന്നത്? അവൻ്റെ അമ്മ എന്ത് ചെയ്യണം? അവൻ്റെ ചെവിട്ടിൽ ഇങ്ങനെ സ്നേഹത്തോടു കൂടി പിടിച്ചിട്ട് പറയുകയാണല്ലേ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. Sometimes we all have to do things we don't want to do. She told him gently. അവനോട് പതുക്കെ പറയുകയാണല്ലേ, വളരെ സൗമ്യമായിട്ട് പറയുകയാണ്. സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയത്ത് എന്താണ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുമെന്ന് അമ്മ അവനോട് പറയുകയാണല്ലേ. ഷീ ടോൾഡ് ഹിം ജെന്റിലി. അവനോട് പറഞ്ഞു. ഈവൻ ഇഫ് ദിസ് സീംസ് സ്ട്രേഞ്ച് ആൻഡ് സ്കാരി ആൻഡ് ഫസ്റ്റ്. എന്താണ് ആദ്യമൊക്കെ അവയെല്ലാം നമുക്ക് എങ്ങനെയായിരിക്കും? സാധാരണമായിട്ടും തോന്നും, സ്ട്രേഞ്ച് ആയിട്ടും തോന്നും, അതുപോലെ തന്നെ സ്കാരി, അതായത് പേടിപ്പെടുത്തുന്നവയായിട്ടും തോന്നുമെന്നാണ് പറയുന്നത്. ബട്ട് യു വിൽ ലവ് ടു സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. നീ ഒരിക്കൽ സ്കൂളിൽ പോയാൽ എന്താണ് പിന്നെ നിനക്കത് ഇഷ്ടമാകുമെന്ന് അമ്മ പറയുകയാണല്ലേ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് അവിടെ എന്ത് ചെയ്യാം? പുതിയ ഫ്രണ്ട്സ് ഉണ്ടാവും. അതുപോലെ നിനക്ക് എന്ത് ചെയ്യാം? പുതിയ ടോയ്സുമായിട്ട് കളിക്കാം. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് പുതിയ ബുക്സ് വായിക്കാം. അതുപോലെ തന്നെ എന്താണ് പുതിയ ഊഞ്ഞാലിലാടാം. ബിസൈഡ്സ് ഷീ ആടാം. അതിനും പുറമെ ഐ നോ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യു നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് എ വോം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഇതിനെന്താ അമ്മ പറയുന്നത്? യെസ്, ഇതിനൊക്കെ പുറമെ അല്ലേ അവൻ എന്തുണ്ടെന്ന് പറയണത്? ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് school seem as a warm and cozy your days at home. അപ്പം എന്താ അമ്മ പറയുന്നത് കൂട്ടുകാരെ? എന്താ പറയുന്നത്? ഇതൊന്നും കൂടാതെ വേറൊന്നും കൂടി അവർ പറയുകയാണല്ലേ. അതായത് അവരുടെ കയ്യിലൊരു രഹസ്യമുണ്ട്. അവനത് എന്ത് ചെയ്യും? രാത്രികളിലത് ചൂട് പകരും വീട്ടിലെന്തുപോലെ തന്നെ എന്ന് പറയുകയാണല്ലേ. ചെസ്റ്റർ വൈപ്ഡ് away his tears and looked interested. അപ്പം ചെസ്റ്റർ എന്താണ് അവൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് ഇൻട്രസ്റ്റോട് കൂടി നോക്കിയല്ലേ. സീക്രട്ട്, ഒരു രഹസ്യമോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് തരത്തിലുള്ള സീക്രട്ട് ആണെന്ന് ചോദിക്കുകയാണല്ലേ. എ വെരി ഓൾഡ് സീക്രട്ട് സാഡ് മിസ് റാക്കൂൺ. അപ്പം മിസ് റാക്കൂൺ എന്താണ് അമ്മ എന്താ പറയണത്? അത് വളരെ പഴയൊരു രഹസ്യമാണെന്നാണ് പറയുകയാണല്ലേ. ഒരു ഓൾഡ് ഓൾഡ് സീക്രട്ട് ആണെന്ന് പറയാണ്. ഐ ലേൺ ഇറ്റ് ഫ്രം മൈ മദർ. ഞാനതെൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത് എന്ന് പറയാണല്ലേ. ആൻഡ് ഷീ ലേൺ ഫ്രം ഹെർ മദർ. അതായത് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് പഠിച്ചത്. ഇറ്റ് ഈസ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. അതിന് പറയുന്ന പേരെന്താണ്? യെസ്, കിസ്സിങ് ഹാൻഡ്. ദ കിസ്സിങ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിങ് ഹാൻഡോ? ചെസ്റ്റർ ചോദിക്കുകയാണല്ലേ. വാട്ട്സ് ദാറ്റ്? അതെന്താണ്? ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാണല്ലേ. Then Mrs. Raccoon took Chester's left hand and spread his tiny fingers into a fan. അപ്പം മിസ് റാക്കൂൺ എന്താ ചെയ്യുന്നത്? ചെസ്റ്ററിൻ്റെ ഇടത് കൈയല്ലേ
യെസ് ടൈനി ഫിംഗേഴ്സ് ലുക്ക് ചെയ്ത ചെസ്റ്റർ ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈയെടുത്ത് എന്ത് ചെയ്യാണ് അവൻ്റെ വിരലുകൾ ഒരു വിശറി പോലെ ആക്കുകയാണ് അല്ലേ. ടൈനി ഫിംഗേഴ്സ് എന്ത് ചെയ്യാണ് ഇൻടു എ ഫാൻ ഒരു വിശറി പോലെ ആക്കി. ലേണിംഗ് ഫോർവേഡ് എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം അവൾ ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അപ്പോൾ ചെസ്റ്ററിൻ്റെ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാമില്ലേ കൈയിൻ്റെ ഉള്ളം കൈയില്ലേ അതിൻ്റെ നടുക്കായിട്ട് അവൾ എന്ത് ചെയ്തു ഒരു ഉമ്മ കൊടുത്തു അല്ലേ. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദർ കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് ആൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. അപ്പോൾ ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് എങ്ങനെയാണ് അവന് തോന്നിയത് അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നതായി അവൻ അനുഭവപ്പെട്ടല്ലേ. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത്. അപ്പം എന്താണ് അവൻ്റെ അതെന്താണ് ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾഡ് വിത്ത് എ സ്പെഷ്യൽ വാംത്ത് അല്ലേ. മിസ്സിസ് റാക്കൂൺ സ്മൈൽ. മിസ്സിസ് റാക്കൂൺ എന്താണ് പുഞ്ചിരിച്ചു. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. അപ്പോൾ ചെസ്റ്ററിനോട് പറയാണ് വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചെക്ക് ആൻഡ് തിങ്ക്. അപ്പോൾ അവൾ പറയണ എന്താണ് അവന് എപ്പോഴെങ്കിലും ഒറ്റപ്പെടുക വെനെവർ യു ഫീൽ ലോൺലി എപ്പോഴെങ്കിലും ഒറ്റപ്പെടുകയാണ് തോന്നുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം യെസ് യു നീഡ് എ ലിറ്റിൽ മൂവ് ഫ്രം ഹോം ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചെക്ക് ആൻഡ് തിങ്ക്. നീ എന്ത് ചെയ്യുക അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് അല്പം സ്നേഹം വേണമെന്നോ അവൻ്റെ കൈ എന്ത് ചെയ്യുക കവിളിൽ വെച്ചിട്ട് അമ്മ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്തിക്കാൻ പറയുകയാണല്ലേ. ദെൻ Mummy loves you. Then Mummy loves you. And that very kiss will jump to your face and fill you with the toasty warm thoughts. She took Chester's hand and carefully wrapped his fingers around the kiss. അപ്പോൾ എന്താ പറയുന്നത് അപ്പോൾ ഉമ്മ അവൻ്റെ മുഖത്തേക്ക് കയറി അവനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുമെന്ന് പറയുകയാണല്ലേ. അവർ അവൻ്റെ കൈ പിടിച്ച് ഉമ്മയെ അവൻ്റെ വിരലുകൾ കൊണ്ട് അങ്ങനെ പൊതിയാണല്ലേ. ചെസ്റ്റേഴ്സ് ഹാൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. Then now be careful not to lose it, she teased him. അപ്പം അമ്മ അവനോട് എന്ത് പറയാണ് നോ ബി കെയർഫുൾ നോട്ട് ടു ലോസ് ഇത് നഷ്ടപ്പെടുത്തരുതെന്ന് പറയുകയാണല്ലേ. ഷി ടീസ്ഡ് ഹിം. But don't worry, when you open your hand to wash after having food, I promise the kiss will stick. അപ്പം എന്ത് പറയാണ് but don't worry നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയാണ് അല്ലേ. when you open your hand നീ എപ്പോഴാണോ നിൻ്റെ കൈ തുറക്കുന്നത് to wash after having food, I promise the kiss will stick. അതായത് നീ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കൈ കഴുകിയാലും ആ ചുംബനം അവിടെ നിന്നും പോവുകയില്ല എന്ന് പറയുകയാണല്ലേ. അമ്മ അവനോട് പറഞ്ഞു. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അവൻ എന്താണ് അവൻ്റെ കിസ്സിങ് ഹാൻഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു അല്ലേ. നൗ ഹി നോ ഹിസ് മദർ ലവ് ചെസ്റ്റർ ലൗഡ് ഹിസ് Now he knew his mother's love would go with him wherever he went, even to the school. എന്താണ് ഇപ്പം അവന് മനസ്സിലാവുകയാണ് അല്ലേ. എന്താ അവന് മനസ്സിലായത് പോകുന്നിടത്തെല്ലാം അവൻ്റെ അമ്മയുടെ സ്നേഹവും അവൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായി. That night Chester stood in front of his Chester stood in front of his stoop and looked thoughtful. എന്താണ് അന്ന് രാത്രി അവൻ സ്കൂളിൻ്റെ മുൻപിൽ നിന്നും എന്തോ ചിന്തയിലാണ്ട പോലെയല്ലേ അല്ലേ. ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സഡൻലി ഹി ടേൺ ഹിസ് മദർ ആൻഡ് ഗ്രീൻഡ്. എന്താണ് പെട്ടെന്ന് അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് എന്താണ് ഗ്രീൻഡ്. എന്താണ് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞിട്ട് അമ്മയുടെ കൈ കാണിക്കാൻ പറയുകയാണല്ലേ. ഗിവ് മീ യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹെർ. അമ്മ നിങ്ങളുടെ കൈ തരുമെന്ന് പറയുകയാണല്ലേ. ചെസ്റ്റർ ടുക്ക് ഹിസ് മദർ ആൻഡ് ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്നിട്ട് എന്ത് ചെയ്യാണ് ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ്. ചെസ്റ്റർ എന്ത് ചെയ്യാണ് അവൻ്റെ അമ്മയുടെ കൈകൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ് കയ്യിലെ വിരലുകൾ എന്ത് ചെയ്യാണ് യെസ് ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. ഒരു ഫാന് പോലെ അതായത് ഇങ്ങനെ വിശറി പോലെ ഇങ്ങനെ വിടർത്തുകയാണ്. നെക്സ്റ്റ് ഹി ലേൺ ഫോർവേഡ് ഹി കിസ്ഡ് ആൻഡ് സെൻറ്റർ ഓഫ് ദ ഹാൻഡ്. എന്നിട്ട് എന്ത് ചെയ്യാണ് കൈവെള്ളയുടെ നടുക്കായിട്ട് ഇങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ചുംബിച്ചു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. അപ്പോൾ നിങ്ങൾക്കും എന്തുണ്ട് അപ്പോൾ ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട് അല്ലേ. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. എന്നിട്ട് എന്ത് പറയുകയാണ് വളരെ ജെൻറ്റിലായിട്ട് ഒരു ഗുഡ് ബൈ പറഞ്ഞു പോവുകയാണല്ലേ. ഐ ലവ് യു ജസ്റ്റ് സാഡ് ആൻഡ് ഹി റിട്ടേൺ ആൻഡ് ഡാൻസ്ഡ് എവേ. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ജസ്റ്റർ സാഡ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ്. എവിടെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ ഡാൻസ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പോയി അല്ലേ. മിസ്സസ് റാക്കൂൺ വാച്ച്ഡ് ദ ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ലിം ആൻഡ് എൻ്റർ ദ സ്കൂൾ. അപ്പോൾ എന്താണ് മിസ് റാക്കൂൺ എന്താണ്
ചെസ്റ്റർ സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു മരത്തിൻ്റെ ശാഖ കടന്ന് ചെസ്റ്റർ സ്കൂളിലേക്ക് ആയിരുന്നത് മിസ്സിസ് റാക്കൂൺ ഇങ്ങനെ നോക്കിയിരുന്നു. ആ ചിത്രത്തിൽ കാണാനുണ്ടല്ലേ, നോക്കൂ. യെസ്, as the first bell of the new school year rang, she pressed her left hand to her cheek and smiled. ഫസ്റ്റ് ബെൽ അടിച്ച് നോക്കുമ്പോൾ എന്താണ്? യെസ്, എന്താ കൂട്ടുകാരെ, the first bell of the new school year ആണ്. സ്കൂളിലെ പുതുവർഷത്തിലെ ആദ്യ സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ എന്താണ്? അമ്മ അവരുടെ ഇടത്തെ കൈ കവിളിൽ വെച്ച് പുഞ്ചിരിച്ചു അല്ലേ, ഇടത്തെ കൈ കവിളിൽ വെച്ച് പുഞ്ചിരിച്ചു. The warmth of Chester kissed Willie her heart with special words. Chester, love you, it sang. Chester, love you. The warmth of Chester അല്ലേ, അതായത് warmth of Chester kissed Willie her heart with special words. അതായത് എന്താണ്? ചെസ്റ്ററുടെ ചുംബനത്തിൻ്റെ ചൂട് അവരുടെ ഹൃദയത്തിൽ എന്താണ്? കൈകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് അവർ അനുഭവിച്ചു അല്ലേ. Then Chester loves you, it sang. Chester loves you. അവൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പാടുകയായിരുന്നു അല്ലേ. Chester, it sang. Chester, I love you. യെസ്, നിങ്ങൾ കൂട്ടുകാരി സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? യെസ്, അതായത് വളരെ വ്യത്യസ്തമായൊരു സ്റ്റോറി ആയിരുന്നില്ലേ നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.